ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന് വർഷം തോറും ഫ്രഞ്ച് മാഗസീനായ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന ഒരു പുരസ്കാരമാണിത്. ഈ ഒരു പുരസ്കാരം ഫുട്ബോളിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ വ്യക്തിഗത അവാർഡുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാലൻഡിയോർ എന്ന ഒരു ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം സ്വർണ്ണപ്പന്ത് എന്നാണ്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 100-ലുള്ള രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 100 മാധ്യമപ്രവർത്തകർ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് ബാലൻഡിയോർ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തെ കാഴ്ചവെച്ച കളിക്കാരനെയാണ് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 2025 ബാലൻഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി മാറിയത് ഫ്രഞ്ച് സ്ട്രൈക്കറായ ഉസ്മാൻ ഡാംബെല്ലയാണ്. PSG എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ബാലൻഡിയോർ നേടുന്ന 6ാമത്തെ ഫ്രഞ്ച് താരമാണ്. കൂടാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട് PSGയെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച ഫ്രഞ്ച് താരം കൂടിയാണ് ഇദ്ദേഹം. ഇനി മികച്ച വനിതാ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമാറ്റിക്കാണ്. ബാഴ്സലോണ ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 3ാം വർഷവും മികച്ച വനിതാ താരത്തിനുള്ള ബാലൻഡിയോർ നേടുന്നത് ഐറ്റാന ബോൺമാറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിക്കും അതുപോലെ മിഷേൽ പ്ലാറ്റിനിക്കും ശേഷം ഈ ഒരു റെക്കോർഡ് ലഭിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഐറ്റാന ബോൺമാറ്റി. ഇനി മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. മികച്ച അണ്ടർ 21 പുരുഷ താരമായത് ലാമിൻ യമാലാണ്. ബാഴ്സലോണയുടെ താരമാണ്. അതുപോലെ മികച്ച അണ്ടർ 21 വനിതാ താരമായത് വിക് ലോപ്പസ് ആണ്. മികച്ച പുരുഷ ഗോൾ കീപ്പറായത് ജിയാൻ ലൂജി ഡോണറുമ്മ PSG വേണ്ടിയിട്ടാണ്. മികച്ച വനിതാ ഗോൾ കീപ്പറായത് ഹന്ന ഹാംപ്ടൺ ഇംഗ്ലണ്ട് ആഴ്സണൽ ക്ലബിന് വേണ്ടിയിട്ടൊക്കെയാണ്. മികച്ച പുരുഷ പരിശീലകൻ എന്ന് പറയുന്നത് ലൂയിസ് എൻറിക് ആണ്. അതുപോലെ മികച്ച വനിതാ പരിശീലക സെറീന വീഗ്മാൻ ആണ്. മികച്ച പുരുഷ ക്ലബ്ബായത് PSG ആണ്. അതുപോലെ മികച്ച വനിതാ ക്ലബ്ബായത് ആഴ്സണലാണ്. ഇനി ടോപ്പ് സ്കോറർക്കുള്ള ജെറാർഡ് മുള്ളർ ട്രോഫി പുരുഷ വിഭാഗത്തിൽ ലഭിച്ചത് വിക്ടർ ഗ്യോക്കറസിനാണ്. അതുപോലെ തന്നെ ജെറാർഡ് മുള്ളർ ട്രോഫി വനിതാ വിഭാഗത്തിൽ ലഭിച്ചത് ഇവ പാഞ്ചറിനാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ബാലൻഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്